എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ബിന്നിയുടെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഷാനവാസിൻ്റെ വിഷയം എടുത്തു വരണമല്ലോ. കഴിഞ്ഞ ദിവസം ജയിലിൽ വെച്ച് തന്ന സംഭവമൊക്കെ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് ബിഗ് ബോസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചാണ്. ആ ഒരു വിഷയം ഇന്ന് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ഷാനവാസിനെ എയറിലാക്കാന്നൊക്കെ പറയില്ലേ, അത്തരത്തിലാണ് ഇന്നത്തെ എപ്പിസോഡ് തുടക്കം തന്നെ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ലാലേട്ടൻ പറയുന്നത്, നിങ്ങൾ പറയുന്ന രീതി ഇനി കുറച്ച് മാറ്റി പറയാം, വീട്ടിൽ പോയി പറ, കെട്ടിയോനെ പറ എന്നൊക്കെയല്ലേ പറയുന്നത്. ഇനി അതൊക്കെ മാറ്റി മറ്റാരെങ്കിലും കൂടി വിളിക്കുന്നത്. വേറെ കുറേ ബന്ധങ്ങളുണ്ടാവില്ലേ, അവരെ കൂടി വിളിച്ചിട്ട് ഇനി പറയാൻ. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാനല്ല ആദ്യം വിളിക്കുന്നത്, അവരാണ് ആദ്യം വിളിക്കുന്നതെന്ന്. അതിനുള്ള മറുപടി ലാലേട്ടൻ കൊടുക്കുന്നുണ്ട്. ലാലേട്ടൻ ചോദിക്കുന്നത്, അവരങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണം എന്നൊന്നും ഇല്ലല്ലോ എന്ന്. തിരിച്ച് പറയാതിരിക്കാമായിരുന്നില്ലേ? ആ ന്യായം ഞാൻ അംഗീകരിക്കില്ല. ഷാനവാസിന് അവരെക്കാൾ പ്രായമുണ്ട്, പക്വതയുണ്ട്, ജീവിത പരിചയമുണ്ട്, ഫാമിലി ഉണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ വീട്ടുകാരെയൊക്കെ വിളിക്കുന്നത് അത്രയ്ക്ക് ശരിയായിട്ടുള്ള ഏർപ്പാടാണോ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത്, ഇല്ല ഞാൻ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയല്ലെന്ന്. അപ്പോൾ ഇത് നിങ്ങളുടെ വീടല്ലേ, പിന്നെ എന്താ നിങ്ങൾ ഇങ്ങനെ? ഷാനവാസ് വീട്ടുകാരെ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ആഴ്ച പോലെ എടുക്കുകയാണെങ്കിൽ ഷാനവാസ് വീട്ടുകാരെ വിളിക്കും. അതിപ്പോൾ ആദ്യം നീ വിളിച്ചോ ഞാൻ വിളിച്ചോ എന്നൊന്നുമില്ല. ഷാനവാസ് അല്ലെങ്കിലും നിന്റെ അച്ഛനോട് പോയി പറ, നിന്റെ അമ്മയോട് പറ, നിന്റെ വീട്ടുകാർ പോയി പറ, നിന്റെ ഭാര്യയുടെ അടുത്ത് പറ, നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് പറ. ആ നൂബിനെയൊക്കെ കയറി പെങ്കോന്താന്നൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അതൊക്കെ എന്തൊരു മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള സംസാരമാണ്. ഈ ഒരു കാര്യത്തിൽ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ ഷാനവാസിൻ്റെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ആ കാര്യം എന്തായാലും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഒച്ചപ്പാടുണ്ടാക്കിക്കോ, വഴക്കുണ്ടാക്കിക്കോ, വാക്ക് തർക്കങ്ങൾ ഉണ്ടാക്കിക്കോ, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഈ വീട്ടുകാരെ വിളിക്കുന്നത് എന്തിനാ? ഈ ഭാര്യയെ വിളിക്കുക, അച്ഛനെ വിളിക്കുക, അമ്മയെ വിളിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ലാലേട്ടൻ ഇന്ന് നിർത്തി കൊടുക്കുന്നുണ്ട്. ഷാനവാസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിമറായിരുന്നു. ഈ ഒരു പോരായ്മ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തോടു കൂടി അതിനൊരു തീർപ്പ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ വീട്ടുകാരൊക്കെ വിളിക്കാതെ നല്ല രീതിയിൽ തന്നെ ഷാനവാസ് കളിച്ച് വരട്ടെ. എന്തോ ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഷാനവാസിൻ്റെ ഇത്തരത്തിലേക്കുള്ളൊരു ഗെയിം ഒന്ന് ചേഞ്ച് ആയത്. പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് വീട്ടുകാർ വന്നപ്പോൾ പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരു പക്ഷേ ഷാനവാസ് ഇങ്ങനെ ഒരു മാറ്റിപ്പിടുത്തം. എന്നാൽ ഈ ഒരു മാറ്റിപ്പിടുത്തം ഷാനവാസിൻ്റെ വൻ നെഗറ്റീവിലേക്കാണ്. അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ഇതുവരെ ഉണ്ടാക്കിയ ആ ഗെയിം ഉണ്ടല്ലോ, അത് നശിപ്പിക്കുന്ന തരത്തിലാണ് കേട്ടോ പോകുന്നത്. ലാലേട്ടൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതേ സെൻസിലെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഷാനവാസ്. അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും അതൊക്കെ മനസ്സിലാക്കി ഷാനവാസ് മുന്നോട്ട് പോകുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. അതെന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിനെ പൊരിക്കുന്ന രംഗമാണ് കേട്ടോ തുടക്കം തന്നെ. വീട്ടുകാരെ കയറി വിളിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അത് തുടർന്നുള്ള ലൈവിൽ എങ്ങനെയാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.